കല്യാണ വീടുകളിലെ നല്ല മണമുള്ള ബിരിയാണിയുടെ രഹസ്യം ഇതാണ്. നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടാനും അതിന്റെ മസാലപ്പൊടി ഒരു വർഷം വരെ മണം പോകാതെ സൂക്ഷിക്കാനുമുള്ള ടിപ്പ് പറഞ്ഞു തരാം. നമ്മുടെ വീടുകളിൽ ബിരിയാണി തയ്യാറാക്കുമ്പോൾ പലരും പറയാറുണ്ട് കല്യാണ വീടുകളിലെ ബിരിയാണിയുടെ മണം കിട്ടുന്നില്ല എന്ന്. പലർക്കും അറിയാത്ത ഈ 2-3 സ്പൈസസ് കൂടി ചേർത്ത് മസാലപ്പൊടി തയ്യാറാക്കി ബിരിയാണി ചേർത്ത് നോക്കൂ. ഇങ്ങനെ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിന്റെ മണം അയൽ വീടുകളിൽ വരെ പോകും. ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഓരോന്നും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മല്ലി 100 ഗ്രാം, കുരുമുളക് 25 ഗ്രാം, പെരിഞ്ജീരകം 25 ഗ്രാം, സാജീരകം 25 ഗ്രാം, ഗ്രാമ്പു 25 ഗ്രാം. ഗ്രാമ്പു എടുക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ കളറുള്ള നല്ല ഗ്രാമ്പു തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. പട്ട 25 ഗ്രാം, ചുരുൾപ്പട്ടയും സാദാ പട്ടയും കൂടി ചേർത്ത് വേണം 25 ഗ്രാം എടുക്കാൻ. മസാലപ്പൊടിക്ക് നല്ലൊരു മണം തരുന്നതാണ് ഈ ചുരുൾപ്പട്ട. ഏലക്ക 15 ഗ്രാം, സ്റ്റാർ പൂ 25 ഗ്രാം, ജാതിപത്രി 5 ഗ്രാം, ജാതിക്ക 3 എണ്ണം. അടുത്തതായി നമുക്ക് വേണ്ടത് കൽപ്പാസി, മറാഠി മൊക്ക്, ഇത് രണ്ടുമാണ്. ഇത് അങ്ങാടിക്കടകളിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങാൻ പറ്റും. മറാഠി മൊക്ക് 25 ഗ്രാം, കൽപ്പാസി 10 ഗ്രാം. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ബേ ലീഫ് 1 പിടി എടുക്കുക. റോസ് പെറ്റൽസ് 25 ഗ്രാം. ഈ ഡ്രൈ റോസ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണം തരുന്നു. ഈ സ്പൈസസ് എല്ലാം ചൂടാക്കിയ ശേഷം മാത്രമേ പൊടിച്ചു വെക്കാവൂ. ഞാൻ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. ആദ്യം മല്ലി വറുത്തെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം കിട്ടുന്നത്. ഇത്രയൊക്കെ മണം കിട്ടുന്നതുകൊണ്ട് സെപ്പറേറ്റ് റോസ് വാട്ടർ ഒന്നും ചേർക്കണ്ട. എല്ലാം നല്ലതുപോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇനി ആരും തന്നെ ഷോപ്പിലൊന്നും പോയി മസാലപ്പൊടി വാങ്ങണ്ട. കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ നല്ല ഫ്ലേവറുള്ള അടിപൊളി ബിരിയാണി മസാലപ്പൊടി തയ്യാറാക്കാം. ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുത്ത മസാല റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ഈ മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പുറമെ ഗരം മസാലയും ബിരിയാണി മസാലയും ഒന്നും ചേർക്കരുത്. ഇതിന് നല്ലൊരു ബ്രൗൺ കളറാണ്. ഈ മസാലപ്പൊടി കൊണ്ട് ബിരിയാണിക്ക് പുറമെ ചിക്കൻ ഗ്രേവി, മട്ടൻ കറി ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നല്ലതുപോലെ അടച്ചു സൂക്ഷിച്ചാൽ ഒട്ടും തന്നെ മണം പോകാതെ 1 വർഷം വരെ ഉപയോഗിക്കാം. ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ കുറച്ചെടുത്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായി ഇതെടുക്കാം. ഇങ്ങനെ 2 ബോട്ടിലാക്കി വെച്ചാൽ ഈ ചെറിയ ബോട്ടിൽ തീർന്നതിന് ശേഷം മാത്രം വലിയ ബോട്ടിലിൽ നിന്ന് കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചാൽ വലിയ ബോട്ടിൽ എപ്പോഴും തുറന്ന് എയർ കയറാതെ അതിന്റെ സ്മെൽ ഒട്ടും തന്നെ പോകാതെ 1 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം.